റബ്ബർ ബോർഡ് കോട്ടയെന്ന് കേട്ടിട്ടുള്ള പോലെ മനസ്സ് പറയുന്നു. 20 seconds remaining. കോട്ടയം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നേ. പക്ഷെ പത്തനംതിട്ടയും റബ്ബർ ഉള്ളതുകൊണ്ട് പത്തനംതിട്ട നിങ്ങളുടെ ജില്ലയെ 10, 9. ചേഞ്ച് ഓപ്ഷൻ ഇട്ടിട്ടുണ്ടോ? കയ്യുണ്ടല്ലോ. ടൈം കഴിഞ്ഞല്ലോ. പത്തനംതിട്ട ആൻസർ ഓപ്ഷനിൽ 2 ലക്ഷം, തിരുവനന്തപുരത്തിൽ ഒന്നുമില്ല, കോട്ടയം 14 ലക്ഷം. ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ വേണമോ വേണ്ടയോ? വേണോ വേണ്ടയോ? 2 ലക്ഷം ഉള്ളൂ പത്തനംതിട്ട വെച്ച്. യെസ് ഓ നോ? വേണ്ട. വേണ്ട. റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം എവിടെ എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻസ്: പത്തനംതിട്ടയിൽ 2 ലക്ഷം, തിരുവനന്തപുരം ഒന്നുമില്ല, കോട്ടയത്തിൽ 14 ലക്ഷം. ഹൗ ഷുവർ ആർ യു? റബ്ബർ കൂടുതലുള്ള കോട്ടയത്ത് ആയതുകൊണ്ടാണ് കോട്ടയം അയക്കുന്നത്. പിന്നെ പത്തനംതിട്ടയുണ്ട്, തിരുവനന്തപുരം അല്ല എന്നുള്ള ഉറപ്പാ. പക്ഷേ പത്തനംതിട്ടയാണോ കോട്ടയം? റബ്ബർ കൂടുതലുള്ള കോട്ടയത്ത് ആയതുകൊണ്ട് കോട്ടയം തന്നെയാണെന്നാ തോന്നുന്നു. കോട്ടയം തന്നെയാണ് തോന്നുന്നത്. കോട്ടയം എന്ന് വെച്ചാൽ തന്നെ റബ്ബറിനാണ്. അപ്പൊ തന്നെ മനസ്സിലായി. പ്ലീസ് സ്റ്റെപ്പ് അപ്പ്. എന്റെ മുഖം കണ്ടിട്ട് പേടിച്ചു വന്നല്ലേ? പ്ലീസ് സ്റ്റെപ്പ് അപ്പ്, പ്ലീസ് സ്റ്റെപ്പ് അപ്പ്. വരൂ. പത്തനംതിട്ട 2 ലക്ഷം, തിരുവനന്തപുരം ഒന്നുമില്ല, കോട്ടയം 14 ലക്ഷം. നോക്കാം. ടോപ്പ് ഓർ ഡ്രോപ്പ്? പകുതി ആശ്വാസം. നീ ഇപ്പം എന്തായാലും ആശ്വസിക്കാൻ വരട്ടെ. പത്തനംതിട്ടയില് 2 ലക്ഷവും കോട്ടയത്ത് 14 ലക്ഷവുമാണുള്ളത്. ഇനിയും നേരിടാൻ 2 ചോദ്യങ്ങൾ കൂടെ ബാക്കിയുണ്ട്. പത്തനംതിട്ടയാണ് റൈറ്റ് ആൻസർ എങ്കിൽ വെറും 2 ലക്ഷം മാത്രം. ലക്ഷം വെക്കാനും തോന്നുന്നുണ്ട്. പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് എ വെരി സീരിയസ് സിറ്റുവേഷൻ. 2 ചോദ്യങ്ങൾ കൂടെ ബാക്കി. ടോപ്പ് ഓർ ഡ്രോപ്പ്? ശരിക്കും പേടിച്ചു പോയി. ശരിക്കും മേടിച്ചു. ഇനിയും ഇല്ല 2 ചോദ്യം. 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ തുകയായിട്ട് പോണ്ട അടുത്ത 2 ചോദ്യത്തിലേക്ക്. അല്ല, ഈ 2 ലക്ഷം കൊണ്ട് ഇരുന്നായിരുന്നു. അടുത്തതില് വീണ്ടും നിങ്ങൾ അത് ബ്രേക്ക് ചെയ്ത് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാൻ ശ്രമിക്കും. which you cannot also. കോട്ടയമാണ് ശരിയായ ഉത്തരം. റബ്ബർ ബോർഡ് is in കോട്ടയം. ദമാം ബഹ്റിനിലാണോ പഠിച്ചത്? അതെ, I was born brought up in Bahrain. നന്നായിട്ട് മലയാളം പറയുന്നുണ്ട്. അതിപ്പോ ഇതുപോലെ ഒരു ദീപേന്റെ അടുത്തും വേറൊരു അനുവിന്റെ അടുത്തൊക്കെ സംസാരിച്ചാണ് ഇപ്പൊ എന്റെ മലയാളം ശരിയായത്. അത് മാത്രല്ല, ഹരിഹരൻ സാർ, എന്റെ ഗുരുവായ ഹരിഹരൻ സാർ ആദ്യത്തെ സിനിമയിൽ തന്നെ ഡബ് ചെയ്യണമെന്ന് ഒരു അത്യാവശ്യമായിട്ട് തന്നെ പറഞ്ഞു. കാരണം അത്രയ്ക്കും എൻ്റെ വോയിസ് ഇഷ്ടമാണ്. മലയാളം ശരിയല്ലാന്നേ ഉള്ളൂ, ശബ്ദം നല്ലതാണ്. അതുകൊണ്ട് എന്തായാലും ഡബ് ചെയ്യണമെന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്തിട്ട് 27 മണിക്കൂർ എടുത്തിട്ടാണ് ഞാൻ മയൂകം എന്ന സിനിമയ്ക്ക് ശബ്ദം കൊടുത്തത് എൻ്റെ കഥാപാത്രത്തിന്. നല്ല ശബ്ദം, അതുകൊണ്ടല്ലേ പാട്ടൊക്കെ ഇത്ര നന്നായിട്ട് പാടും. സോ അന്ന് ചെലവാക്കിയ 27 മണിക്കൂർ ഇന്നാണ് എനിക്ക് ഈ അല്പം മിനിറ്റുകൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഒരു വലിയൊരു അവസരമായിട്ട് എനിക്ക് കിട്ടിയത്. ഇത്രയും നന്നായിട്ട് പറയുന്നത് ഞങ്ങൾ ഓർത്തില്ല കേട്ടോ. അവിടെ ശരിക്കും ഇംഗ്ലീഷും കൂടെ കൂടി ആ ഒരു മലയാളം ആയിരിക്കും ഞങ്ങൾ. അത് തന്നെയാണ് ഹരിഹരൻ സാർ ആവശ്യപ്പെട്ടതും. പക്ഷേ ഇറ്റ് റിയലി വർക്ക്ഡ് ഫോർ മീ. എൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് അതാണ്. സോ താങ്ക് യു സോ മച്ച് ഹരിഹരൻ സാർ. സോ അടുത്ത ചോദ്യത്തിലേക്കുള്ള എല്ലാ തയ്യാറെടുപ്പിലാണ്. അതിന്റെ ടെൻഷനിലാണ്. ഇനി 2 ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ. 2 ചോദ്യം കൂടിയേ ഉള്ളൂ. 14 ലക്ഷം വെച്ച് ഭയങ്കര ടെൻഷൻ ഉണ്ടോ ഇപ്പോഴും? പക്ഷെ എനിക്ക് ടെൻഷനുണ്ട്.
ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇഷ്ടമായോ? ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല ചോദ്യങ്ങളാണ്. നല്ല ചോദ്യങ്ങളായിരുന്നു. എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു തോന്നിയില്ലേ? റീസണബിളി. ഇഷ്ടപ്പെടും. അറിയത്തേ ഇല്ലാതിരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ നമുക്ക് ഇനി ഞങ്ങൾ ഒരിക്കലും അത് മറക്കത്തില്ല. അത് മറക്കണ്ട. ഈ 16 ലക്ഷവും നിങ്ങൾ ഇനി മറക്കണ്ട. കാരണം ഞാൻ ഒരു ദിവസത്തെ സമയം തരാൻ പോവാണ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തിരിച്ചു വരാൻ. ഓക്കെ? സോ നന്നായി പ്രിപ്പയർ ചെയ്തോളൂ, പ്രാർത്ഥിച്ചു വന്നോളൂ. ഈ 16 ലക്ഷം വീണ്ടും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് അടുത്ത എപ്പിസോഡിലായിരിക്കും നിങ്ങൾ പോകുന്നത്. ഓക്കെ? ഓക്കെ. ഓൾറൈറ്റ്. സോ അൺടിൽ ദെൻ 16 ലക്ഷവുമായി നമ്മൾ അനുയുടെ കൂടെയും ദീപയുടെ കൂടെയും നാളെ മത്സരിക്കുന്നതായിരിക്കും. അൺടിൽ ദെൻ ലെറ്റ്സ് സേ ഗുഡ് നൈറ്റ്. Good night from Vival. കയ്യിൽ 1 കോടി. Are you ready?